പക്ഷേ ഈ കോമഡിയാണെന്നുള്ളത് അങ്ങ് അഹങ്കാരം കാരണത്താൽ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കോമഡികൾ ഓപ്പണായിട്ട് പറയാം. കാരണം ഇനി നമ്മുടെ ഈ കാര്യമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കേണ്ട ടൈം. ഇൻ്റർനെറ്റ് യുഗം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാലമൊക്കെ ആയപ്പോൾ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമൊക്കെ ആയില്ലേ. അതായത് ഇപ്പോൾ നമുക്കൊരാട് ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചോ. ആ സ്നേഹം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അതായത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല ഡൈവേഴ്സ് കേസുകൾക്കും കാരണം എന്താണെന്ന് പറയുക നിങ്ങൾക്ക്? അത് സ്നേഹക്കുറവല്ല, സ്നേഹക്കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത് കൊള്ളൂല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ആഘാതം വളരെ ശക്തമായിരിക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് മനസ്സിലാക്കിയിട്ട് അഹങ്കാരം വിട്ടിട്ട് ആ അവസ്ഥയിൽ പറഞ്ഞാണെന്നല്ല. ഏതായാലും ഞാൻ ചില ഉദാഹരണങ്ങൾ, ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ടല്ല, എൻ്റെ ഇന്നലത്തെ ചില ജീവിതാനുഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പോൾ അതിന് മുമ്പൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. മാതാവ് കുട്ടി വീഴുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കുട്ടി വേദനയിൽ കിടക്കുക. ആ വേദനയിൽ കിടക്കുന്ന കുട്ടീനെ ആ മാതാവ് പോയിട്ട് ഒരു അടിയും കൂടി കൊടുത്താൽ എന്താ സ്ഥിതി? മോങ്ങാനിരുന്ന നായുടെ മണ്ടയിൽ തേങ്ങ വീണടക്കുകയെ അല്ലെങ്കിൽ എന്താ നല്ല അവസ്ഥയില്ലേ? അല്ലെങ്കിൽ തന്നെ പ്രശ്നത്തിലാണ്. അപ്പോൾ ആ കുട്ടീനെ പോയി അടിക്കുകയാണ്. കാണുന്നവർക്ക് എന്താ സൈക്കോ, എന്തെന്നീ ചെയ്യുന്നത്? പക്ഷേ അവിടെ അങ്ങനെയാണ് മനുഷ്യൻ പ്രതികരിക്കുന്നത്. ഇഷ്ടക്കൂടുതൽ, നമ്മളുടെ വേദന എന്നെ വേദനിപ്പിച്ചു. അതായത് ആ കുട്ടി വീണപ്പോൾ ആ കുട്ടിയേക്കാൾ വേദനിച്ചതാരാ? അമ്മയാണ്. ആ അമ്മക്ക് അമ്മയെ വേദനിപ്പിച്ചതിലുള്ള, അല്ലെങ്കിൽ ആ കുട്ടി വേദനിച്ചുള്ള വേദന സഹിക്കാൻ പോയി അടിക്കുക. അതേപോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ അടി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള ഇത്ര വേദനാജനകമാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയേണ്ട സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇപ്പോൾ ഇന്നലെ ഞാൻ എയർപോർട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് 3 മക്കളാണ്. 3 ആൾക്കാരും ഡ്രൈവ് ചെയ്യും. മൂത്താളിപ്പോൾ UK നിന്ന് പഠിച്ച് വന്നു, MBA കഴിഞ്ഞ് വന്നു. രണ്ടാമത്തെ ആൾ മലേഷ്യയിൽ പഠിക്കുന്നു, അവളിവിടെ ഇല്ല. 3-ാമത്തെ ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മൂത്ത ആളോട് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, മോനെ എനിക്ക് ഇന്ന സമയത്ത് എയർപോർട്ടിൽ പോകണം കേട്ടോ, അപ്പോൾ നീ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടു. പക്ഷെ അവനെ കണ്ടിട്ടില്ല, വാട്സപ്പിൽ അവൻ തുറന്നിട്ടില്ല. അവന് രാവിലെ അവനങ്ങോട്ട് പോയി, അവൻ്റെ ഭാര്യയും കൂട്ടി പോയി. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനിട്ടില്ല. അപ്പോൾ അവനെപ്പോഴേക്കും മെസ്സേജ് കണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അഭിജി ഞാനിങ്ങനെ കല്യാണത്തിന് വരെയും കൂട്ടി വന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പോയിക്കോളാം, എൻ്റെ ഇളയ മകളുണ്ടല്ലോ, അവളുണ്ടല്ലോ ഇവിടെ, അവളെയും കൂട്ടി പോയിക്കോളാം. അപ്പോൾ എൻ്റെ ഇളയ മകൾ ചെറിയ കാറുണ്ട്, അതാണ് അവളെടുക്കുക. വലിയ കാർ അവളുടെ അടുത്ത് വലിയ ശീലമില്ല. ആ ചെറിയ കാറിനെ അവളെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ച കാരണം പേടി. ഇന്നിപ്പോൾ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസിൻ്റെ വലിയ സംഭവങ്ങളായിട്ടാണ് കാണുന്നത്. ഇപ്പം എൻ്റെ മൂത്ത മകളൊക്കെ, അവളെ ഞാൻ ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ കൊണ്ടുപോയത് വിളിച്ചാലും പറ്റില്ല, വലിച്ച് കൊണ്ടുപോവുക ചെയ്ത്. എന്നിട്ട് എണീക്കൂല കസേരന്ന്, എന്നെ പിടിച്ചിരിക്കുക ചെയ്യുക. എന്നിട്ട് അവളെ ഞാൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവൾ സ്റ്റേജിൽ നിറഞ്ഞാടുക. ഇപ്പോൾ കോളേജ് ചെയർപേഴ്സൺ, BBA ടോപ്പർ, പിന്നെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ ചെയർപേഴ്സൺ, പിന്നെ എല്ലാ, അതായത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസുള്ള കോളേജിൽ. ഇപ്പോൾ അവൾ മലേഷ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പാട്ട് പാടി ഭയങ്കര വൈറലായി. അപ്പോൾ ഇവർക്കൊന്നും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അതേമാതിരി എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ എത്ര ആളുകൾ മുന്നിലും സംസാരിക്കുന്ന, അവന് ഈ ആളുകളെ കാണാൻ പേടിച്ചിട്ട്, അതായത് സ്കൂളിൽ ബുള്ളിങ് കാരണത്താൽ ഫസ്റ്റിൽ നാട്ടിലേക്ക് അവനെ മാറ്റിയപ്പോൾ, ഞങ്ങൾ ഗൾഫിലായിരുന്നു, അവന് 1 വർഷം കളഞ്ഞു കുട്ടികളായിട്ട് ഇടപഴകാൻ പറ്റാത്ത, കുട്ടികളെ പേടിച്ചിട്ട്, കുട്ടികളെ ബുള്ളിങ് സഹിക്കാൻ വയ്യായിട്ട്. അന്ന് ഇവനിപ്പോൾ അത് എന്താ പറയുക, അവൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബെസ്റ്റ് മാനേജർ, ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ, ബെസ്റ്റ് പെർഫോമർ, കോളേജിലുള്ള മത്സരത്തിൽ ജയിച്ചിട്ട്. അപ്പോൾ അവനും അത് മാറ്റി. ഇപ്പം ഇനി ഇളയ മകളുണ്ട്, അവളും ഏതാണ്ട് അവൾ ഓക്കെയാണ്, അവൾ ഡ്രൈവൊക്കെ ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അവളെ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവളപ്പോൾ എണീച്ചിട്ടില്ല, രാത്രി എന്തോ കുറേ നേരെ വൈകിട്ട് കിടക്കുക. അവളോട് പറഞ്ഞ്,
ഒന്ന് വാപ്പിച്ചിനെ കൊണ്ടുപോകണം കേട്ടോ എയർപോർട്ടിലേക്ക്, നീയാണ്ടോ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ എണീച്ചിട്ടുണ്ട്. അത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ ഇതിന് മുമ്പില്ലാത്ത കാര്യമൊന്നുമില്ല, അതിനൊന്നും മിക്കതിനും അവൾ പങ്കെടുക്കാറുമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് അവൾക്ക് നാളെ പേടിയെന്ന് അവളൊന്ന് ഒഴിവാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവളത് പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. കാരണം ഇതിന് മുമ്പ് ഞാൻ ചെറിയ കാർ എടുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിന് മുമ്പ് ഇതേപോലത്തെ എയർപോർട്ട് ഇഷ്യൂ ചെയ്തിട്ട്, കാരണം വണ്ടി എടുക്കില്ല, വണ്ടി ഇട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി. അന്ന് അവൾ ഇതുപോലെ എന്തൊക്കെയോ മുടത്തിട്ട് ഞാൻ പറഞ്ഞു അവളെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റിയിരുത്തിയിട്ട് പിന്നെ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് മൊത്തം പെറുപിറുത്തോണ്ടിരിക്കുകയാണ്. ഈ ദേഷ്യം പിടിച്ച് വലിച്ച് ചെയ്യിപ്പിച്ചതിൻ്റെ ദേഷ്യം. അങ്ങനെ ഈ പെറുപിറുപ്പ് കൂടി ഞാനിരുന്ന് ബാക്കിലിരുന്ന് കേൾക്കുക. ബാക്കിലിരുന്ന് പറഞ്ഞാൽ ഈ യാത്ര പോണ ദിവസം നമുക്കൊരു സെൽഫ് കൺട്രോൾ കുറച്ച് കുറവായിരിക്കും. അന്ന് എന്തൊക്കെയോ എനിക്ക് കുറച്ച് ദേഷ്യം ഒക്കെ ഉള്ള സമയമായിരുന്നു. ഇങ്ങനെ കുറേ നേരം പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് ഇറങ്ങാൻ, ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അവളെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ നിന്നിട്ട് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവള് ബാക്കിൽ നിന്ന് കരയാൻ തുടങ്ങി. വെളുക്കാൻ തെച്ച് പണ്ടായി. കാരണം ഇനിയിപ്പോൾ ഈ കരച്ചിലും കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? പിന്നെ ഞാൻ വണ്ടി തിരിച്ച് അവളടുത്ത് ചെന്ന് കുറേ സംസാരിച്ച് കരച്ചൊക്കെ ഒഴിവാക്കിച്ച് പിന്നെ എല്ലാം ആശ്വാസമാക്കി. എന്തായാലും എയർപോർട്ടിൽ ടൈമിലെത്തിയ ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ വേറെ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് കാര്യം ഇതേപോലത്തെ പ്രശ്നമാക്കി മാറ്റി ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് മാറി. ഞാൻ എന്നിട്ട് താഴെ വന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞ്, അവൾ കണ്ടില്ലേ ആൾക്ക് ആ വലിയ വണ്ടി എടുക്കാനുള്ള പേടിയുണ്ട്, അത് കാരണത്തിൽ അവൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക. ഇനി ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോകേണ്ട ടൈം കഴിഞ്ഞാലും അവൾ ആ ഇറക്കത്തിന് എണീച്ചിട്ടുണ്ടാവില്ലട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ദേഷ്യം പിടിച്ചു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ മോട്ടിവേഷൻ, കാരണം ഈ വലിയ വണ്ടി ഇവളെ എടുപ്പിക്കുമ്പോൾ അവളെക്കായും പേടി ഇവളുടെ ഉമ്മാക്കാണ്. ഈ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു കംപ്ലയിൻ്റ് അവൾക്കുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, എന്നാൽ നീ എൻ്റെ പോലെ ആക്കിക്കോ എല്ലാവരും. അവൾ ഡ്രൈവ് ചെയ്യില്ല, അവൾ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ള ആളാട്ടോ. 1-2 വർഷമൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അവൾ ഭയങ്കര കോൺഫിഡൻ്റൊക്കെ തന്നെ. പക്ഷേ ഏതായാലും ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യില്ല, നിന്നെപ്പോലെ ആക്കിക്കോ. ഞാൻ ആ സമയത്ത് ആ പറഞ്ഞ വാക്ക് കയ്യിൽ നിന്ന് പോയി. നിന്നെപ്പോലെ ആക്കിക്കോ എന്നുള്ളൊരു വേർഡ് പറഞ്ഞില്ലേ. പെട്ടെന്ന് അവൾക്ക് ദേഷ്യം കൂടി. അവളുടെ ദേഷ്യപ്രകടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഞാൻ നുള്ളി പിച്ചി അടിച്ച്. നമ്മളിത് പെട്ടെന്ന് കാണുമ്പോൾ യാത്രയാവാൻ നിൽക്കുന്ന ഭർത്താവിനെ യാത്രയാക്കുന്ന ഭാര്യ എങ്ങനെയാണോ എന്നൊക്കെ നമുക്കിതിലേക്ക് ഇമോഷൻ കയറ്റാം. പക്ഷേ സംഭവം യഥാർത്ഥം എന്താണെന്നറിയോ? ഞാൻ അന്ന് കയറി പോണ ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഭാര്യ ഭർത്താവിനെ പറഞ്ഞേക്കുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടാകുന്ന ആങ്സൈറ്റി എന്താണെന്നുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ സ്നേഹക്കുറവല്ല അവിടെ പ്രശ്നം, സ്നേഹം കൂടുതലാണ്. രണ്ടാമത് ഞാൻ പോകുന്നത് UAE-ക്കാണ്. UAE എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ്റെ മിസൈലൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് പോയി അത് ഇങ്ങോട്ടെത്തിയില്ല, ഖത്തർ വരെ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇവളുടെ തലയിൽ, കാരണം പുറമെ നിൽക്കുന്നവർ, ഇവിടെ UAE നിൽക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പുറമെ നിന്ന് വാച്ച് ചെയ്തവർക്കൊക്കെ എന്ത് ഡേഞ്ചർ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് ആ ടെൻഷനെ കൂടി ഇവളെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്നെ അടിച്ചിട്ടും പിച്ചിട്ടും നുള്ളിയിട്ടും ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ആങ്ഷ്യസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, മനുഷ്യന്മാരുടെ കാര്യം, സ്നേഹം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാനുള്ള പക്വതയും വിവേകമൊക്കെ എനിക്ക് ഇത് 53 വയസ്സായപ്പോഴൊക്കെ കിട്ടിയത്. 40-ാം വയസ്സിലും 35-ാം വയസ്സിലൊന്നും ഇതില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പാവം മനുഷ്യന്മാർ സ്നേഹവും പേടിയും എന്തൊക്കെയോ കിടന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പരസ്പരം ഒന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പുറത്തെ ആൾ അയാളുടെ ഷൂസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വളരെ വിഷമമാണ്, വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ അതിനുള്ളതായിക്കോട്ടെ. നമ്മളെ മനസ്സിലാക്കുക, ഈ അപ്പുറത്താളെന്നല്ല, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും പാവങ്ങളാണെന്ന് മനസ്സിലാക്കുക. ചിലർ നമ്മൾ വിചാരിച്ച മാതിരി പെരുമാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് ജനറ്റിക്സാണ്. കാരണം അവർ ഫാദർ മദർ പാരമ്പര്യത്തിലുള്ള വിഷയമാണത്. 2-7 വയസ്സിന് മുമ്പ് അത് നേച്ചർ ആൻഡ് നെർച്ചർ നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും. എല്ലാവർക്കും ഹെൽപ്പ് വേണം. ആ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാനുള്ള മനസ്സില്ല, അഹങ്കാരം കാരണത്തിൽ. അതും വീക്ക്നെസ്സാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ രോഗമാണ്. അയാൾക്ക് അങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ പറയാൻ അഹങ്കാരം സമ്മതിക്കുന്നില്ല എന്നുമ്പോൾ അതേ രോഗമാണ്. ആ രോഗത്തിനൊക്കെയുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ തിരിച്ചടി തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ചില തിരിച്ചടി പിടിച്ചേക്കാൻ പറ്റില്ലേ. അപ്പോൾ മയത്തിൽ തിരിച്ചടികളൊക്കെ കൊടുക്കുന്നല്ലാണ്ട്
നമ്മൾ കാട് കയറി പോയിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ പ്രശ്നമാവും. വിചാരിച്ചിടത്തൊന്നും കാര്യം നിൽക്കില്ല എന്നൊരു തിരിച്ചറിവിന് ഇന്നത്തെ വീഡിയോ ആയിക്കോട്ടെ. ഓൾ റൈറ്റ്, വീണ്ടും നമുക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ നിങ്ങളെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കത് നമ്മളെ റെഫറൻസ് പോലെ നമ്മുടെ കമൻറ്റ് ബോക്സ് വന്നു കഴിഞ്ഞാൽ അല്ലെ പല മനുഷ്യന്മാരും പല പ്രശ്നങ്ങളും നമുക്ക് വിചാരിച്ച വലിയ യുദ്ധങ്ങൾ വരെ ചിലപ്പോൾ നമ്മളുടെ ഈ ചർച്ചയിൽ ഇല്ലാണ്ടായിപ്പോയി എന്നൊക്കെ വരും, പറയാൻ പറ്റില്ല.